ഹലോ ഗുഡ് മോർണിംഗ് സുന്ദോമ ബ്ലോഗ്സിന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അമ്പലപ്പുഴക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും കൂടെ അടിച്ചുപൊളിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും കാണാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഇടിച്ചു പൊട്ടിക്കണം. കൂട്ടത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, പുറത്തൊക്കെ പോയിട്ട് വന്ന് പിന്നെ ഇന്നലത്തെ അതേ സ്ഥലത്ത് ഇരിപ്പുണ്ട് കേട്ടോ. കട്ടിലെ പോയി ഇരിക്കുമായിരുന്നു 3 പേരൂടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട്. ചേട്ടയുടെ കയ്യെ തന്നെ ഉള്ള കെട്ടിയൊക്കെ വെച്ചോണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. എന്നാന്ന് അറിയത്തില്ല, നീര് മാതിരി ചെറുതായിട്ടുണ്ട്, വേദനയുണ്ട് അല്ലേ. ഉപ്പേറെ പോട്ട് പിന്നെ ഞാൻ മേടിച്ചു കൊടുത്തേ. ഒന്നും കഴിച്ചില്ലേ? അയ്യോ, ആ പിന്നെ നിങ്ങൾ എന്നത്തിന് പോയതാ? ഞാൻ വിചാരിച്ചു എന്നാലും മേടിച്ചു കൊടുക്കാൻ പോയതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട, പിള്ളേർക്ക് വേണ്ടേ? എന്നാ വിശക്കുന്നുണ്ട്. ആ അപ്പൊ ചേട്ടാ എന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടില്ലേ? പൊട്ടിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതേ കൊടുത്ത് കൊറിയർ വഴി അയക്കണം. അല്ല റിട്ടേൺ അയച്ചേക്കണം. പൊട്ടിക്കരുത്, തിരിച്ച് റിട്ടേൺ ചെയ്യണം. ഓ എനിക്ക് വയ്യ. അപ്പൊ എല്ലാ പിള്ളേരും A+ മേടിക്കാൻ തുടങ്ങി എന്നെ ചെയ്യും. എൻ്റെ ദൈവമേ. അപ്പം സുനിപ്പപ്പ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കൊച്ചിന്. ഈ പ്രാവശ്യത്തെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ എല്ലാവർക്കും കൊടുക്കട്ടല്ലേ? 10ാം ക്ലാസ് റിസൾട്ട് വരുമ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. ആഘോഷിക്കാനോ? അതെ, അതെന്നാടാ ആണോ? ഈ കേരള സർക്കാരിന്റെ എന്തോ 2ാം വാർഷികം. അല്ല 4 വർഷം തികയുന്ന ഇത് രണ്ടാമത്തെ ടേൺ അല്ലേ അവരുടെ. അപ്പൊ നല്ല പരിപാടിയൊക്കെ ആണോ? ആണോ പരിപാടി? അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെയൊക്കെ പോകാം. ആ ഇന്നാളെ അവിടെ ആലപ്പുഴ കൂടെ ആരാണ്ട് എനിക്ക് ഇട്ടു. പിന്നെ വെള്ളത്തിനകത്തൂടെ എങ്ങാണ്ടൊക്കെ പോകാൻ, ഗ്ലാസ് പാലോ. ആ എന്റെ സിന്ധുമേ എന്നാ പോവാൻ ഞാൻ ചോദിച്ചോണ്ട്. ആ അതെ. അപ്പൊ ഇനി വരുമ്പോ മുടക്കിക്കോണം. എന്തോ സാധനമാണെന്ന് പൊട്ടിക്കാൻ പാടില്ലാത്ത കൊണ്ട് 2 പേരും ആകാംക്ഷയോടെ ഇരിക്കാനേ വരുന്നുള്ളൂ. ആ എന്നെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എടാ അത് പപ്പായുടെ സ്വഭാവം കേട്ടോ. പപ്പായ്ക്ക് സ്പ്രേ ഏറ്റവും ഇഷ്ടം. എനിക്ക് തൊഴിലുറപ്പുണ്ടെന്നേ. കഴിയുമ്പോഴേ വരാം. മഴയ്ക്ക് മുമ്പേ എന്നാണല്ലോ ഒന്ന് വരും. മഴയ്ക്ക് മുമ്പേ വന്നിട്ട് മാതാവിന്റെ അടുത്തൊന്ന് പോകണം. എന്നെ ആലപ്പുഴയിലെ പരിപാടിയോ? അല്ല പരിപാടി ഇല്ലെങ്കിലും ബീച്ചിൽ ഒത്തിരി കാഴ്ചകളുണ്ട് നമ്മള് പോകാനും കാണാനും. ഈ പ്രാവശ്യം ആണോ? അപ്പൊ ഈ പ്രാവശ്യം വരുമ്പോ നമുക്ക് അവിടെയൊക്കെ കറങ്ങാൻ പോകാം. എത്ര? ദൈവമേ, ചില്ല പൈസയൊന്നും അല്ലല്ലോ. നമ്മുടെ ഈ സാഹചര്യം സാധ്യത ഇതുപോലെ നമ്മള് വരികയും പോവുകയും ബന്ധപ്പെടുകയും ചെയ്യാൻ. അതെ, സത്യം. അത് ആദ്യം കൊണ്ടുവന്നു. ചേട്ടാ പാട്ടൊന്നും പാടുന്നില്ലേ? മൈക്കൊന്നും എടുക്കുന്നില്ലേ? ഇവരൊക്കെ വരുമ്പോഴേലും ചേട്ടാ ഒന്ന് അടിപൊളി ആകെ ചേട്ടായി. ഈ മൈക്കും സാധനവും എല്ലാം ഗിഫ്റ്റ് കിട്ടി. എന്നിട്ട് എന്നാ ഫലം? പാട്ടൊക്കെ പാടും. പാടി ചേട്ടായി, മൈക്കൊക്കെ എടുത്തിട്ട് വാ. അതാ ചുമ്മാ ഒരു പാട്ട് പാട്. അല്ല ഭയങ്കര ഗായകനല്ലേ. ഇതുപോലെ നമ്മള് ഇതുപോലെ ഫംഗ്ഷൻ എന്തോ ബർത്ത്ഡേ ഇതുപോലെ ഫംഗ്ഷനൊക്കെ അണ്ണം പാടുന്നത് ഞങ്ങള് കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ അല്ലേ, ഇവിടെ പാടും. യൂട്യൂബിലോ കണ്ടിട്ടുണ്ട്. ഒരു സമയമുണ്ട് ഇതൊക്കെ പാടുന്നതിനായിട്ട്. നമുക്കൊന്നും പറ്റുകയല്ലോ. ആലോചിക്കും, ക്ഷണിച്ചോണ്ടിരിക്കുക. സംഗതിയൊക്കെ പോവാ അല്ലേ? സംഗതി കിട്ടുന്നില്ല ഇപ്പൊ.
മലയാള ഭാഷതൻ മാതക ഭംഗിയിൽ മതമന്ദഹാസമായി വിരിയുന്നു. നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ നീലക്കരമുണ്ടിൽ തെളിയുന്നു. ഇത് ഇവിടെ കയ്യൊത്ത് കുട്ടാനോടെ പോയപ്പോ ഇത് തന്നെ ആയിരുന്നു പാടിയത്. ഇതേ ഉള്ളോ? ഈ ഒരു പാട്ടേ ഉള്ളോ? ആ പാട്ടല്ല, പിന്നെ കുട്ടാനടുത്ത് പോയപ്പോ പാടിയ പാട്ട് ഇതല്ല. ഓ, ഈ ഒരു പ്രാവശ്യം ഇതും പാടിയിട്ടുണ്ട്. 2 പാട്ട് പാടി. അതാ പാലവും പാലവും ഒന്ന് പാടിയട്ടെ. ഒത്തിരി നാളായില്ലേ, യൂട്യൂബിലുള്ളവരും കണ്ടിട്ട് ഒത്തിരി നാളായി. സന്ധ്യയായിരുന്നു. അപ്പൊ ഈ സായ സന്ധ്യയിലേക്ക് ഞാൻ 2 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പം അവന് ഇനി തുടർന്നുള്ള വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അവനെ 2 വാക്ക് പറയാനാണ് ക്ഷണിച്ചോളൂ. ഇത്രയും പറഞ്ഞതിന് നന്ദിയുണ്ട്. ഞാൻ നല്ലപോലെ പഠിച്ചോളാം ഇനി. താങ്ക് യു. മൈക്കിനോട് അലർജി ഉണ്ട്, അതുകൊണ്ടാണ് മൈക്ക് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. മൈക്ക് ഇത് വലിയ പ്രൊഫഷണൽ മൈക്കൊന്നും അല്ല, എങ്കിൽ പോലും നമ്മളിങ്ങനെ അടുത്ത് പിടിച്ചാല്. അല്ല, ചേട്ടായിക്ക് ഈ കിങ്ങിണിക്ക് ചേട്ടായിക്കൊക്കെ മൈക്ക് കേട്ടാ നിധികൾ പിടിയല്ല. അല്ല, ഞാൻ ആ മൈക്കിനകത്തൂടെ ഒത്തിരി ദിവസമായി ഞാനിപ്പോ ഒരു പാട്ടൊക്കെ പാടിയിട്ട്. അപ്പൊ ഇന്ന് അനിയൻ വന്നപ്പം അവനും അവന്റെ മോനും വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇത്തരം പാട്ട് പാടിയത്. ശരിയാ, ഒത്തിരി നാളായി ഇതൊക്കെ എടുത്തിട്ട്. ശരിയാ. പാലം പാലം നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയൊരു പാലത്തിൻ്റെ തോളിൽ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളേ, അപ്പം തന്നല്ലേ പറയാറുള്ളേ. ആയകത കേട്ട് കരയരുതേ പൊന്നു, ആയകത ഞാന് ചൊല്ലിത്തരാം. ആയകത കേട്ട് കരയരുതേ പൊന്നു, ആയകത ഞാന് ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കരക്കീടകം, ഉണ്ണാനും ഉടുക്കാനുമില്ലാത്ത മാസം, നീയന്ന് നീന്തി നടക്കണ കാലം, അടിവച്ച് വീണ് അടരണ കാലം, അത് കൊറേ ദിവസം ആയതുകൊണ്ട് വരികളൊക്കെ മാറിപ്പോയി കേട്ടോ, തെറ്റിപ്പോയി. കുഴപ്പമില്ല, മതി. എന്തായാലും അത്രയും പാടിയില്ല, മതി. നല്ലതായിരുന്നു. ചുവനപ്പൂ കൊണ്ടുമൂടി അയ്യോ ദൈവമേ, മതി. തമ്പുരാട്ടി നിന്നെ ചുമ്മാ തോണ്ടിക്കൊണ്ടിരിക്കുക അവനെ. നേരത്തെ സുഖൂനിയായിരുന്നല്ലോ തോണ്ടിച്ചപ്പത്തി. ഇപ്പൊ ഇന്നും ഈ പ്രാവശ്യം വന്നിട്ട് അവന്റെ പുറകെ. കണ്ണുനീരനുരാഗ തേനെന്നു ചൊല്ലി ഞാനോർക്കാം, തേനെന്നു ചൊല്ലി ഞാനോർക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി തമ്പുരാട്ടി ശരിക്കുവേ നിങ്ങളുടെ രണ്ടിന്റെ കൂടെ കോമ്പോ ആരപ്പുറക്കുന്നത് സന്തോഷം വരുമ്പോഴത്തെ മതിയുണ്ട്. സന്തോഷം എന്റെ ഇളയ ആകളെ വരുമ്പോ ഇങ്ങനെയാ രണ്ടുപേരോട് പാട്ടാവില്ല. അങ്ങനല്ല, ഇപ്പൊ അളിയന്മാര് നമുക്ക് 3 അളിയന്മാരുണ്ടായിരുന്നു. ഒരാള്
പിന്നെ രണ്ടുപേരും നല്ല സൂപ്പർ. അതെ, പക്ഷെ കുട്ടായി ഇവന് പാടാനായിട്ട് അത്രയ്ക്ക് നിൽക്കില്ല. സന്തോഷം ഇങ്ങനെ പാടും. ആ, കുട്ടായി കോമഡിയുടെ ആടാ. പിന്നെ പാട്ട് പാടും. എന്നാലും എന്നോടൊക്കെ അവർക്ക് നല്ലൊരു ബഹുമാനവും കാര്യവും സ്നേഹവും എല്ലാം ഉണ്ട്. നമ്മളതുപോലെ നിൽക്കുന്നോടാണ്. അല്ല അവന്റെ പെങ്ങളെ കിട്ടി എനിക്ക് കൂടെ തന്നു ആ ഇടിയും വഴക്കോടെ സ്നേഹിക്കുമോ? ഇല്ല. അവിടെ നീയൊക്കെ കിട്ടുന്ന പെണ്ണിനെയൊക്കെ നല്ലപോലെ സ്നേഹിച്ചു പൊതുപോലെ സ്നേഹിച്ചോളാം. അവര് അമേരിക്കക്ക് പോവാടാ. ഇവര് കാലത്ത് തന്നെ അവര് പോവാൻ ഇറങ്ങി, പോയിട്ട് വരാതെ. പൊട്ടിനി എന്നാടാ നീ വേദ? നീ ഒരു കാര്യം ചെയ്താൽ മതി, ഗൗരിയും കുട്ടിക്കൊണ്ടിങ്ങ് പോരണം കേട്ടോ. സിന്ധുമാടെ തൊഴിലുറപ്പ് കഴിയുമ്പോഴത്തേനും ഒരു രണ്ടുപേരുടെ നമുക്കില്ലെല്ലാം സ്കൂട്ടിയൊക്കെ ഇറങ്ങാൻ പോവാം. അവനെ വന്നിച്ച് സിന്ധുമ്മയുടെ കാലത്തോട്ട് വന്നിച്ചോ? അത് സുനിപ്പപ്പാടെ കാലത്തോട്ട് വന്നിച്ച് വരുമല്ലേ? പപ്പ വരുമല്ലേ? റിസൾട്ട് വരുമ്പോ അങ്ങോട്ട് വരണം. നല്ലപോലെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഒരുമാതിരി ഇങ്ങനെ പർവ്വതം മുടക്ക് പറത്തിയൊക്കെ അവൻ വൃത്തിക്കാ വെച്ചേക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് വരാം. അയ്യോടാ പോരെ, ഞങ്ങൾ 5 പ്രാവശ്യം വന്നപ്പോ 1 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ ശരി, ഞങ്ങൾ വരാം. ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് എന്നെല്ലാം കഴിച്ചിട്ട് കൊണ്ടു കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങിയിട്ട് എന്നെല്ലാം കഴിച്ചിട്ടൊക്കെ പോയാൽ മതി. അല്ല എന്നാലും വിശക്കും. കേട്ടോ, അവന് സങ്കടമാണ്. സൂര്യ വന്നിട്ട് പോകുന്നത് സങ്കടമാണ്. ഇത്ര സ്നേഹമുണ്ട്, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്. അതാണ് യഥാർത്ഥ കൂടപ്പുറപ്പ്. അപ്പം രാവിലെ തന്നെ അവർ പോയി കേട്ടോ. കുയിൽ കൂവുന്നുണ്ട്. ഞാൻ തൊഴിലുറപ്പിന് പോവാ. കണ്ണൻ്റെ കൈ ശലം മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കയറണം. അവിടെയാണ് എൻ്റെ തൂമ്പ ഇരിക്കുന്നത് മരിച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി നേരത്തെ കയറി പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കഴിച്ചില്ല. അവർ കാപ്പിയൊക്കെ കുടിച്ചു, ചപ്പാത്തിയൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുത്തു, കഴിച്ചിട്ട് പോയി കേട്ടോ. ശരിക്കും സത്യം ഇവരൊക്കെയാണ് യഥാർത്ഥ കൂടപ്പുറപ്പുകൾ. കാരണം ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നീ അനാഥയാകും, നീ മുടിഞ്ഞു പോകും, നീ നശിച്ചു പോകും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കൂടപ്പുറപ്പ് ഒരച്ഛനും അമ്മയ്ക്കും പിറക്കണമെന്നൊന്നുമില്ല. സത്യം ശരിക്കും സത്യം പറഞ്ഞാൽ ഇന്നാ കൊച്ചോണം കൊണ്ടാവും കരയാതെ പോയത്. സുഖമാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോകത്തുള്ളൂ. അത്യമുണക്ക് സ്നേഹമാണ് കേട്ടോ. നല്ലൊരു നല്ലൊരു മനസ്സിനുടമയാണ്. സത്യം പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഉപകാരം ചെയ്തതാണ് സുഖു. എന്താണെന്നറിയാം, നമ്മുടെ ഈ വീടിന് വേണ്ടിയിട്ടേ ചെറുതോണി ബാങ്കിൽ നിന്ന് ഈ സ്ഥലത്തിൻ്റെ പേപ്പറെല്ലാം കൊണ്ടുപോയി കൊടുത്ത് രാവിലെ ആയതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ചീറ്റലൊക്കെ കൂടുതലുണ്ട് കേട്ടോ. ആ മരുന്ന് കഴിക്കുന്നതിൻ്റെയാണ്, അത് കൂടിയിട്ടേ പുറത്തുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ പട്ടയം കൊണ്ടുപോയി പിന്നെ ജില്ലാ ബാങ്കിൽ, ഗ്രാമീൺ ബാങ്കിൽ ഒരു 10,000 രൂപ എടുത്ത് എന്നെ കൊണ്ട് പേപ്പർ ഉണ്ടാക്കിച്ചു, നിജസ്ഥിതി ഉൾപ്പെടെ. എന്നിട്ട് തക്ക സമയപ്പോൾ ലോണിന് എന്തൊക്കെയോ തടസ്സങ്ങളും കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നിട്ട് ആ പേപ്പറെല്ലാം കൊണ്ട് എടുത്തുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് ഈ പട്ടയം കൊണ്ട് ചെറുതോണി പിന്നോക്ക വികസന ബാങ്കിൽ ചെന്നപ്പോഴത്തേനും പട്ടയത്തിന് പറ്റത്തില്ല, സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കണ്ടമായിട്ട് കിടക്കുമല്ലേ. അപ്പം ഇവിടെ അത്ര വലിയ വിലയും കാര്യങ്ങളും ഒന്നും ഇല്ല. ആ സ്ഥലത്തിനാണിപ്പം ഒരു 5 വർഷം മുമ്പ് 35,000 രൂപ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ല അപ്പം നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യമാണ്. എന്നിട്ട് സാലറി സർട്ടിഫിക്കറ്റ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ചേട്ടായി എന്നാലും പറഞ്ഞു, ഞാൻ തന്നെ ആദ്യം ചോദിക്കാൻ പോയത്. ഞാൻ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങ് പോരെ, സാരമില്ല നമുക്ക് നോക്കാടിയെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വൈകിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടായി വിളിച്ചു സുഖുനെ, നമ്മുടെ ആരാടി സർക്കാർ ഉദ്യോഗസ്ഥരുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. സുഖുൻ്റെ ചേട്ടനും രഘുവണ്ണനും സർക്കാർ ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ആളാണ്, പുള്ളിക്കാരത്തിയാണ്, ടീച്ചറാണ്. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കുറേ പേരുണ്ട് സർക്കാർ ജോലിക്കാരൊക്കെ ഉള്ളവരെ. പക്ഷെ എല്ലാവർക്കും ഒരേ മനസ്സായിരിക്കണമെന്നില്ലല്ലോ. എന്നിട്ട് അവരോടൊന്നും ചോദിച്ചില്ല കേട്ടോ, അവരൊന്നും തന്നില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം സൂനോട് വിളിച്ചിട്ട് ചേട്ടായി ചോദിച്ചു, ഏടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടടാ, ഞങ്ങൾ വോട്ട് നടന്നില്ല. അപ്പം നമ്മൾ തറ കെട്ടിയിട്ടിരിക്കുക. തറ കെട്ടിയിട്ടിട്ട് ഒരു 2 വർഷത്തോളമായി, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വീട് പണിതൊക്കെ ഓർത്താണ്ടല്ലോ ശരിക്കും ഓരോ പോട്ടെ. എന്നിട്ട് ഒന്നാലെ തന്നെ ആ സാലറി സർട്ടിഫിക്കറ്റ് എടുത്ത് തന്നു, കൊണ്ടുവരാതെ ഇവിടെ കൊണ്ടു തന്നു. പിറ്റേ ദിവസം ഇവിടെ കൊണ്ടു തന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതുമായിട്ട് പോയി ചെറുതോണി ചെന്നപ്പോൾ ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ അനുവദിച്ചു. അത് ഞങ്ങൾ 3 വർഷമോ 5 വർഷമോ കൊണ്ട് അടച്ചു തീർത്തത്. ഞാൻ ഗൾഫിൽ പോയിട്ട് ആദ്യം ചെയ്തത് ഏറ്റവും ഫസ്റ്റ് അത് ഫുൾ അടച്ചു തീർക്കുക ചെയ്തത്. എന്നാന്നറിയോ,
നമ്മൾ ഒരു പ്രാവശ്യം അടയ്ക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചോറും പാത്രത്തിൽ ചോറ് വീഴിയല്ല. കാരണം സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒന്നും നോക്കത്തില്ല, അവരത് കട്ട് ചെയ്ത് വിടത്തല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഒരു കടപ്പാടും ആ ഒരു സ്നേഹവും എൻ്റെ മനസ്സിൽ ഞാൻ മരിക്കുള്ളൂ പോവുകയല്ല കേട്ടോ. സത്യമായിട്ടും അത്രയും ഒരു സ്നേഹമുണ്ട് എനിക്ക് അവരോട്. അതെല്ലാം വിജയാണെങ്കിലും സാധാരണ പെണ്ണുങ്ങൾ പറയും അയ്യോ വേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, ഈ പറഞ്ഞ ഞാനാണെങ്കിലും ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും എങ്ങനെയാണെന്ന് നടത്തില്ലോ അടയ്ക്കോ ഇല്ലയോ നടത്തില്ലല്ലോ എന്ന് പറയും. പക്ഷേ വിജി അത് ആ ഈ ഒരു കാര്യത്തിന് അവരുടെ രണ്ടുപേരോടും എനിക്ക് ഒത്തിരി കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരുങ്ങി റെഡി ആയത് ഇപ്പോൾ എങ്ങോട്ട് പോകാനാണെന്നറിയോ? തയ്യലിൻ്റെ സംഘത്തിൽ പോയില്ലെങ്കിൽ ഫൈനാ കേട്ടോ. എന്താ പറയുക, നമ്മുടെ തയ്യലിൻ്റെ സംഘത്തിൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് നമ്മുടെ ഉഷേച്ചിയുടെ വീട്ടിലാണ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ വീടുകളിലും മാറി മാറി വെക്കുമായിരുന്നു. നമ്മുടെ എസ്റ്റേറ്റ് വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറി വെക്കുമായിരുന്നു. അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഉഷേച്ചിയുടെ അവിടെയാണ്. അപ്പോൾ എന്നെ ചോദിച്ചാൽ എന്നെ പുറക്കുള്ള സാധനങ്ങളല്ലേ, പക്ഷെ ഞാൻ കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കും കേട്ടോ. പൈസ ലോൺ എടുത്തവരാണെങ്കിലും നിക്ഷേപം എടുത്തവരാണെങ്കിലും ഒക്കെ ആ ഒരു കറക്റ്റ് ടൈം മാറിയിട്ട് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഉഷേച്ചിക്ക് അതൊരു ഇത്രയും വർഷം അത് ഉഷേച്ചി ഓടിച്ചുകൊണ്ട് പോയി കേട്ടോ. ഇപ്പം ഉഷേച്ചിക്ക് കുറേ പിന്നെ മറവിയും കുറേ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. ഉഷേച്ചി ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വേറെ അവരുടെ സംഘമുണ്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞ മാസം മുതൽ എല്ലാവരുടെയും വീടുകളിൽ കൂടെ മാറി സംഘം വെക്കാം. അപ്പം ഞാൻ എന്നെ ഇത് പോയി ലൈക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടു. ശരിയാ, നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കൂടെ വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ചൂടും ഒക്കെ ആകും. പഴയപടി അതൊരു സ്നേഹമാണ്. കാരണം നമ്മൾ ഈ സംഘം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതാണ് ഒരു കൂട്ടായ്മ. നമ്മുടെ മുറ്റത്തൊരു ബാങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ബാങ്ക് എന്ന് പറഞ്ഞു കൊടുക്കുക. പൈസ മാത്രം നോക്കിയാൽ പോരാ. ഒരാൾക്കൊരു വയ്യാഴിക ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊന്ന് പോയി അന്വേഷിക്കാനോ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ കോവിഡൊക്കെ വന്നതിന് ശേഷമാണ് ഇത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാതെയൊക്കെ. ഇപ്പോൾ ഒത്തിരി പേര് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പുതിയ വീട് വെച്ച് മാറിയവരുണ്ട്. പിന്നെ പുതിയ ആൾക്കാർ ചേർന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ വീട് എവിടെയാണെന്ന് പോലും എല്ലാവർക്കും അറിയത്തില്ല. അപ്പം ഞാൻ എന്നാ ചെയ്തു, ഉഷേച്ചിയുടെ മെസ്സേജിനടിയിൽ പോയിട്ട് ഞാനിട്ടു നല്ലൊരു തീരുമാനം ഉഷേച്ചി, ഇതിന് ഞാൻ 100% യോജിക്കുന്നു. അപ്പോൾ എല്ലാവരും വീടുകളിൽ വെച്ച് തന്നെ ആകുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം ചെല്ലാത്തവർക്ക് 50 രൂപ ഫൈനാണ്. പോകാതിരിക്കാൻ പറ്റുമോ? നമ്മളല്ലേ പറഞ്ഞത്, നമ്മൾ സപ്പോർട്ട് ചെയ്തല്ലേ. അപ്പോൾ സംഘത്തിന് പോവാണ് കേട്ടോ, തയ്യലിൻ്റെ സംഘം. ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ മിനി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. മിനി ചേച്ചിയുടെ വീട്ടിലാണ് സംഘം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്നാന്നറിയോ, ഒരു കുടുംബം പോണൊക്കെ എല്ലാവരോടും ഒന്ന് കൂടി എല്ലാവരുമായിട്ടൊന്ന് കൂട്ടും. ഇച്ചിരി 10 മിനിറ്റ് സമയമുള്ളതെന്ന് പറഞ്ഞാലും എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് പറക്കി അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും ഒന്നും ഇല്ലല്ലോ ഉണ്ടല്ലോ. ഇന്ന് എൻ്റെ വീട്ടിലെ സംഘം തയ്യലിൻ്റെ അവർ 15 പേരുണ്ട്, അല്ലെങ്കിൽ 20 പേരുണ്ട്. അവരെല്ലാവരും വരും. അന്ന് രാവിലെ എണീറ്റ് നല്ല നീറ്റാക്കാൻ കുട്ടപ്പനാക്കാം, നമുക്ക് അവർക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ടാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയും പഴയപടി നല്ല ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ സംഘം വരുവാണ്. സ്ട്രോങ് അല്ലെന്നല്ല, ലോണും നിക്ഷേപവും കാര്യങ്ങളും പൈസയുടെ ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഇതാണ് ഒരു പ്രശ്നം. നമുക്ക് ആരുടെ വീടുകളൊക്കെ ഇപ്പം അറിയാതെ ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടാന്ന് വിചാരിച്ചു. അപ്പം പോയിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ തൊഴിലുറപ്പിന് പോവുകയാണ് കേട്ടോ. എൻ്റെ ദൈവമേ, മതി താഴെ ചേച്ചിയുടെ വീട് വന്നിട്ടില്ല. അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടവും വന്നു, ദേഷ്യവും വന്നു. സത്യം പറഞ്ഞാൽ സിന്ധു ഞാൻ ചോറും എല്ലാം എടുത്തു, ഇപ്പം മേറ്റ് വിളിച്ച് പറഞ്ഞേ ഇല്ലെന്ന്, കയറിയിട്ടില്ലെന്നേ. ആ പഞ്ചായത്തുകാരുടെ ആയിരിക്കും ഇത്. പഞ്ചായത്തിൽ നിന്നല്ല, ബ്ലോക്കിൽ നിന്ന് ഇത് അടിച്ചൊക്കെ റെഡിയായി വരുന്നത്. എന്നാണോ പറ്റിയേ? പാവം പണി പ്രതീക്ഷിച്ചിരുന്ന അങ്ങനെ ചേച്ചിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇനി എല്ലാം പറയാം ആരൊക്കെ ഇല്ലാത്തതുണ്ടെന്ന്. പിന്നെ എൻ്റെ ദൈവമേ, ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കും ഇന്നലെ ആ താളിപ്പൊടിയെല്ലാം കൂടെ പൊടിക്കുകയും പിന്നെ മരുന്നിൻ്റെ അവർ കൂടിയിട്ട് കുറയ്ക്കണം തോന്നുന്നു. പക്ഷേ എനിക്ക് 2-3 ദിവസം കൊണ്ട് ഇച്ചിരി ആശ്വാസമായിരുന്നു. പക്ഷേ ഇന്നലെ ഭയങ്കര കൂടുതലായിരുന്നു. ഇന്ന് രാവിലെ എൻ്റെപ്പോഴൊക്കെ സുഖം ചോദിച്ചു, അയ്യോ എന്നാ ചേച്ചി ഇത് ചീരലും തുമ്മലും അസ്വസ്ഥ ഇത് എന്നാ എൻ്റെ ദൈവമേന്ന്. ഞാൻ പറഞ്ഞു ഭയങ്കര ചീരലും തുമ്മലും വട വെച്ച എന്നാ ചെയ്യാനെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി അവർ പോയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാ ചെയ്യാനാ അല്ലേ, പോകാതിരിക്കാൻ പറ്റിയല്ലോ. പിന്നെ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമുക്ക് നമ്മുടേതായ എന്തൊരു പണി ചെയ്താണെങ്കിലും നമുക്ക് നാളത്തേന് ജീവിക്കാനുള്ള ഒരു ഇത് വേണമല്ലോ. അപ്പം തൊഴിലുറപ്പ് ഏത് പണിക്കും അതിൻ്റെതായ അഭിമാനമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാനൊക്കെ. പക്ഷേ ഈ വയ്യാഴിക്ക് കൈക്ക് 2 വേന കാലിന് 2 വേനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒരു ഇതുണ്ട്, ഇച്ചിരി മനസ്സിനൊരു ഇതുണ്ട് കയറ്റമൊക്കെ കയറി പോകുന്ന ഓർക്കുമ്പം. പിന്നെ കണ്ണൻ്റെ കൈ മുറിഞ്ഞിരിക്കും, അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് കയറണം. അപ്പം ഞാൻ ഓർത്തന്നെ 8 ഞാൻ പതിയെ കയറി പോകാം. സൂസം ചേച്ചിയൊക്കെ വരട്ടെ, അവരോട് വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഗ്യാങ്ങിനെയൊക്കെ കാണിച്ചു തരാം, അമ്മമ്മനെയൊക്കെ കാണിച്ചു തരാം. അമ്മമ്മനെയൊക്കെ ഇട്ട് കുറേ ദിവസമായല്ലേ, കാണിച്ചു തരാം കേട്ടോ. ഞാൻ അപ്പോൾ പോയിട്ട് വരാവേ.
സുഖവും കൊച്ചും പോയി കഴിഞ്ഞപ്പോൾ ആ മുറ്റത്തൂടെ നടന്ന് പൂവൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അതേ 4 മുട്ടും ഒരു പൂവും വിരിഞ്ഞ്, അതുകൊണ്ട് തന്നെ താഴോട്ട് ഇടണമെന്ന് 4 മുട്ടും പൂവും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി തൊഴിലുറപ്പിന് കയറി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൊണ്ട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.